കമ്മിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ്, ജനറൽ കൺവീനർ PK സുലൈമാൻ ഉസ്താദ് അവர்கள், മറ്റ് ഈ സദസ്സിലുള്ള ഓരോ വ്യക്തിയും പേരെടുത്ത് പറയേണ്ടവർ തന്നെയാണ്. ആ ഒരു സമയദൈർഘ്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരെയും അർഹമായ രൂപത്തിൽ പ്രതിപാദിക്കൂ എന്ന് തന്നെ ഈ വിഷയത്തിൽ കണക്കാക്കണം, മാപ്പാക്കണം എന്ന ആദ്യത്തിൽ തന്നെ ഓർമ്മിപ്പിക്കും. എനിക്ക് ഇന്നേ ദിവസം വലിയ സന്തോഷത്തിന്റെ ദിവസമാണ്. അതിന് കാരണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് ഉംറയ്ക്ക് വന്നപ്പോൾ നമ്മൾ കുറെ ദക്ഷിണയോട് ബന്ധപ്പെട്ട ആളുകൾ ഇസ്രയേലുണ്ട് എന്നും അത് ഒരു പ്രോഗ്രാമിന് വരണം എന്നും ഒരുവട്ടം അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ മക്കത്തിൽ നിന്ന് ആവശ്യപ്പെടുകയുണ്ട്. അപ്പം എടുത്തിട്ട് വായിക്ക് എന്നോട് പറഞ്ഞ വാക്ക്, ഞാൻ ഉംറയ്ക്ക് വന്നതാണ്, ഒരു സംഘടനാ പ്രവർത്തനത്തിനോ സാമൂഹ്യ പ്രവർത്തനത്തിനോ വന്ന ആളല്ല. അപ്പൊ അത് കേട്ട മാത്രയിൽ സ്വാഭാവികമായിട്ടും എനിക്ക് വലിയൊരു വിഷമം ഉണ്ടായെങ്കിലും പിന്നീട് റൂമിൽ വന്ന് കൃത്യമായിട്ട് അത് സംബന്ധമായിട്ട് ആലോചിച്ചപ്പോൾ ഉംറയ്ക്ക് വന്ന ഒരാൾ, ബിസാത്ത് മഖ്സൂദ് അതിനുവേണ്ടി വന്ന ഒരാളെ ഒരു വിഷയത്തിലേക്ക് ക്ഷണിച്ചത് എന്റെ തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുകയുണ്ടായി. ആ ഒരു അനുഭവം എന്റെ മുമ്പിലുള്ളത് കൊണ്ട് തന്നെ ഈ DKCCയുടെ പ്രാരംഭഘട്ടത്തിൽ ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദിന്റെ വീട്ടിൽ, ഈ നാട്ടിൽ ഉസ്താദിന്റെ ആ മജ്‌ലിസില് ചെന്ന് ഈ വിഷയം ആദ്യമായിട്ട് ഞാനും എന്റെ മൂത്ത അളിയൻ അഷ്റഫ് മൗലവിയും കൂടി വിഷയം അവതരിപ്പിച്ചപ്പോൾ ശരിക്കും മനസ്സിന്റെ ഉള്ളിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, എന്തായിരിക്കും പ്രതികരണം. പക്ഷേ ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അതിന്റെ ആഴത്തിൽ അത് ഉൾക്കൊള്ളുകയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി അവിടുന്ന് എനിക്ക് തരികയും വലിയ സന്തോഷമുണ്ടായ ഒരു നിമിഷമാണ്. പിന്നീട് DKCCയുടെ ഒരു കലണ്ടർ അടിച്ചതിന് ശേഷം അതിന്റെ വീടിന്റെ ഫ്രണ്ടിൽ അത് ഒത്തുകയും ശേഷം അതിലേക്ക് ഉസ്താദ് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു ഫോട്ടോയിൽ. അപ്പൊ ഇത് രണ്ടും വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും സ്വാഭാവികമായിട്ട് വലിയൊരു സന്തോഷം ഉണ്ടായി. അതിനു പുറമെയാണ് ഇന്ന് ഈ തൊടിയൂർ എന്ന പ്രദേശത്ത് ദക്ഷിണ കേരള ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന്റെ ചാലക ശക്തികളായിട്ടുള്ള മുഴുവൻ ആളുകളും, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഒന്ന് സമ്മേളിക്കാൻ ഒരവസരം കിട്ടി. ആ അവസരം ശരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന, ഞാൻ ഒരു ശാരീരിക അസ്വസ്ഥതയോട് വന്നയാളാണ് 2-3 മാസം. നല്ല റാഹത്താണ്. ഇന്ന് ഈ ആളുകളെ കണ്ടപ്പോ ആ സന്തോഷം കൂടിയതിന്റെ പേരിലായിരിക്കാം എന്തോ ഒരു അസ്വസ്ഥത ശരിക്കും ഞാൻ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്നെനിക്ക് സംശയമുണ്ട്. എന്തായാലും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്കിങ്ങനെ ഒത്തുകൂടാൻ കഴിഞ്ഞു. ഒരു ശരിക്കുന്നവരാണ് അദ്ദേഹം. അബുദാബി ഇസ്ലാമിന്റെ എന്നെ പലപ്പോഴും നിർബന്ധിച്ച് അബുദാബിയിലെ ഇസ്ലാം സെന്ററിൽ ഒരു പ്രസംഗം നടത്തുന്നു ഈ വിഷയത്തെ. ഒരു മാസം ഞാൻ പോയി 2 വർഷത്തിൽ അദ്ദേഹത്തിന്റെ കയറുകളിൽ എല്ലാ ഞായറാഴ്ചയും പോയി. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എന്താ വന്നത്, എന്താ ലക്ഷ്യം എനിക്ക് മാറത്തില്ല. ഞാൻ 4 ദിവസമായിട്ട് ഇതുമായിട്ട് സ്വാഭാവികമായിട്ട് ഒരു സാമ്പത്തിക ലക്ഷ്യം അത് പിന്നെ ഇല്ല. എന്താ കേന്ദ്രത്തിലെ ഇതിമൊക്കെ എന്റെ യുവതിന്റെ പ്രദേശങ്ങളിൽ ഒതുങ്ങുന്നതാണ്. അതുകൊണ്ടറിയാം അങ്ങനെ ചെയ്തു. പിന്നെ യോഗം നടക്കുന്നു. ഞങ്ങൾക്ക് എന്റെ പത്ത് പറയും, നമ്മുടെ സർക്കാരിന്റെ വിശ്വകേരള ജനകൃമ പ്രവാസി
സമൂഹത്തിന്റെ ഒരു ലീഗൽ അഡ്വൈസറായിട്ട് അവരുടെ ആവശ്യങ്ങൾ ഗവൺമെന്റ് പരിഹാരം കാണാൻ നമ്മൾ ചുമതലപ്പെടുത്തിയ രണ്ടാം സംഘത്തിന്റെ മെമ്പറും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമാണ്. പിന്നെ ഒരു ദൗത്യം കൂടി തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ നമ്മള് ഒരു ഓഫീസ് കെട്ടിടം. അപ്പൊ അതിന്റെ കാര്യങ്ങള് സംഘടനയ്ക്ക് വേണ്ടി ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രത്യേക പിരിവൊന്നുമില്ല. ഈ ആഴ്ച എല്ലാവരും ചൊവ്വാഴ്ച 4 തര ചട്ടമാണ്. നമസ്കരിക്കാനും ഓഫീസ് പ്രവർത്തിക്കാനും ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ട്രിവാൻഡ്രത്ത് എന്ന ബഹുമാനപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒന്ന് വിശ്രമിക്കാനും ഒക്കെയുള്ള എല്ലാ സൗകര്യവും അങ്ങനെയുള്ള ഒരു നല്ല കെട്ടിടമാണ്. അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നോക്കും. കെ.പി. മുഹമ്മദ് സാറിന്റെ വളരെ അടുത്ത ഒരു ബന്ധുവാണ് DGP ആയിട്ട് സാറിന്റെ മകളുടെ കഥയാണ്. അങ്ങനെയുണ്ട്. ഇത് ഒരു ബഹുമാന്യനായ ആദരണീയനായ പാലക്കാട് അദ്ദേഹത്തിന്റെ 51ാമത് ജൂലൈ 6-ന് 75 ജൂലൈ 7-ന് അങ്ങനെ ഒരു അനുസ്മരണം കൂടി നമ്മൾ നടത്തണം. കുടുംബവും വലിയ സമൂഹത്തിനുള്ളവും അനുസരിച്ച് അതിന് പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ ബാപ്പയുടെ പിതാവിന്റെ തങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം ചെയ്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ആൻഡമാനിലേക്ക് നാടുകടത്തി. അപ്പോ വെല്ലൂർ ചെല്ലുമ്പോ എനിക്ക് നിസ്കരിക്കണം എന്ന ദേവാവശ്യം ബ്രിട്ടീഷ് പട്ടാളം വണ്ടി അടിച്ചു വണ്ടി ഇറങ്ങി ചെയ്ത് നിസ്കരിച്ച് മുസല്ലയിലായി നടന്നു എന്നാണ് കേൾക്കുന്നത്. അവിടെ ഒരു സാക്ഷി പറയാണ്, കൂട്ടുപ്രതികളാരും ഇല്ലായിരുന്നു, മലയാളികളാരും ഇല്ല, യോദ്ധാക്കാരും അവർ അദ്ദേഹത്തെ മാന്യമായിട്ട് അവിടുത്തെ അടക്കം ചെയ്ത് ഒരു പാലക്കാട് പോകുമ്പോൾ നമ്മള് കഴിഞ്ഞ ജാനുവരി 19 കൊല്ലത്ത് മഹാസമ്മേളനം നടന്നു. ഇവിടെ പാലക്കാട് ഞങ്ങളെയും ബഹുമാനപ്പെട്ട ശ്രീരത്നങ്ങളുടെ ഒരു ഓർമ്മപരമായി ഞങ്ങളെ അനുസരിച്ചുണ്ടാക്കുക. അപ്പൊ ഇങ്ങനെ യാതൊരെല്ലാം കഴിഞ്ഞപ്പോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതിഥിച്ചാൽ നമ്മളോട് അതൊക്കെ അടുത്തിരിക്കുക. മലബാറിന്റെ ഇങ്ങനൊരു അനുസരണം നമ്മള് വാസ്തവത്തിന്റെ അനുസരിച്ച് നമ്മളുടെ ആന്തരികമാണെന്ന് ജാഗ്രത. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു നല്ല അനുഭവം നടത്തി തുടങ്ങിയിട്ട് അറിയാതെ തന്നെ കണ്ടുകൊടുക്കും. ഇങ്ങനെ ഒരു സമ്മേളനം ഒരു പുറത്തുനിന്ന് അനുഭവം ആൾക്കാർ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ തെക്കൻ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ദക്ഷിണയെ കാണുന്നോ ഒരു പടി കൂടി മുന്നോട്ട് വന്നുകൂടാ. ഒരുപാട് മത്സ്യങ്ങൾ കേരളത്തിന്റെ ജില്ലയിൽ അത്രത്തോളം നമ്മൾ പ്രമേയമാണ്. ആദർശത്തിലൊരു വീഴ്ചയില്ല. ഒരുമയുള്ള കേരളീയ സമൂഹം സമ്മേളനത്തിന്റെ പ്രമേയം എന്നതിനെ ആദ്യമായി ഒരുമയുള്ളത് ഞാൻ പറഞ്ഞത്
യാത്രയിൽ കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു കൊടുത്തു. അല്ല, ഇപ്പൊ നമുക്ക് ഞങ്ങൾക്ക് പറയാനുള്ളതല്ല, നിങ്ങൾക്ക് പറയാനുള്ളത്. നമുക്ക് ഒരു കാര്യം ഞങ്ങളെ അനുസരിച്ച് അതോടൊപ്പം തന്നെ ഒരുപാട് ഇന്ത്യയിൽ ചെയ്യുന്നത് ഒരുപാട് നേരത്തെ സാധനങ്ങൾ ഇന്ത്യ ഒരാളിന്റെ ഇന്റർനാഷണൽ പാസ്പോർട്ട് ഇന്ത്യൻ പൗരനാണ് ഉപയോഗിക്കുന്നത്. അത് ലഭിക്കുന്നത് അതുപോലെ ട്രാവലിന് മാത്രം യാത്രയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു സാമാന്യ നോട്ടുബുക്കായി ഗവൺമെന്റ് സംഘടനയെ അവഹേളിക്കുന്നു. ഞാനിപ്പോ ഈ ഓച്ചിറ പറഞ്ഞെടുത്ത് എത്തിച്ചാൽ ഞാനൊക്കെ അവിടെ ഈ സർവസം കഴിഞ്ഞ യോഗത്തിൽ ഞാൻ ചോദിച്ചു, ഒരു ഹിന്ദുവിന് യഥാർത്ഥ ഹിന്ദുവിന് അവിടെ രാമക്ഷേത്രത്തിൽ കയറി പൂജ നടത്താൻ രാജഗോപാൽ അതായത് കൈകൊണ്ട്, മനസ്സുകൊണ്ട്, നാവുകൊണ്ട്, കണ്ണുകൊണ്ട് 4 തരത്തിലുള്ള വധങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ആ വധങ്ങളെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നവരാണ് യഥാർത്ഥ ഹിന്ദു എന്ന് ഭഗവത്ഗീത ഉദ്ദേശിക്കുന്നത്. ആ ഭഗവത്ഗീതയുടെ പ്രയോജനം എങ്ങനെയാണ് 500 വർഷം ജോലി ചെയ്ത് പാമ്പടി തുടങ്ങിയ ബാബരി മസ്ജിദ് രാഷ്ട്രീയ വർഗീയ താല്പര്യത്തിൽ വംശീയ താല്പര്യത്തിൽ തകർത്തിട്ട് ഒരു വലിയൊരു ക്ഷേത്രം വെച്ചു. അതിനകത്ത് എങ്ങനെയാണ് മനസ്സാക്ഷിയുടെ ഏറ്റവും പൂജാർക്കാൻ കഴിയുന്നത്? കുറച്ച് സന്യാസിമാർ കൈയടിച്ചു, വേറൊരു ഗൗരവമായിട്ട് ചിലരെ കരത്താക്കി. അപ്പൊ അങ്ങനെ വ്യത്യസ്ത വികാരത്താണ് ചെയ്യുന്നത്. ഇന്നതല്ല. സ്വാഭാവികമായി രാമൻ യുഗത്തിൽ ജീവിച്ചയാൾ വലിയ സാമ്പത്തിക പുരുഷൻ എന്തോ ആയിക്കോട്ടെ, രാമനെ വിൽക്കുന്നു. അതിലൂടെ ഇന്ത്യയുടെ സംസ്കാരത്തെ വിൽക്കുന്നു, ഇന്ത്യയുടെ തനതായ കാര്യങ്ങളെ വിൽക്കുന്നു. അതൊക്കെയാണ് ഏറ്റവും വലിയ രേഖയായി പാസ്പോർട്ട് അവന്റെ ആധാരം വെക്കുന്നു. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നു പറഞ്ഞാൽ, ബീഹാറിലൊക്കെ 20 ലക്ഷം ആളുകൾ വോട്ട് അവകാശമുള്ളവർ വോട്ട് ഒഴിവാക്കണം. കേരളത്തിലൊക്കെ സംഭവിക്കുന്നത്, ഇന്ത്യയിൽ എവിടെയും സംഭവിക്കുന്നത് അതൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള മുസ്ലിം BJP-ക്കെതിരായി വോട്ട് ചെയ്യുന്നവരെയൊക്കെ ഒഴിവാക്കുക, BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരെയൊക്കെ നടക്കുന്നത്. ഈ ഒരു കൂടിയാണ് ഈ പാസ്പോർട്ടിന്റെ ഒക്കെ മൂല്യം. 1000 രാജസ്ഥാനിലെ 1000 പള്ളികൾ, മക്ബറകൾ, മദ്രസകൾ ഒഴിക്കപ്പെടാൻ നോട്ടീസ് അയച്ചത്. ആ കൂട്ടത്തിൽ സുൽത്താനുൽ ഹിന്ദാണ് എന്ന് കൃത്യമായി പ്രഖ്യാപിച്ചത് റൗളയിലാണ്. എല്ലാവരും പോയി സലാം പറഞ്ഞു. ഡിസ്ട്രിക്ട് പോയി സലാം പറഞ്ഞു. റൗളയുടെ വാതിൽ അത്ലറ്റിക്കലായി പറഞ്ഞു. ഒരു അശരീരി ശബ്ദം മൊയ്നുദ്ദീൻ ഇങ്ങോട്ട് കടന്നു പോകാം, റൗളയിൽ കടന്നു എന്ന്. इतनी मुलाकात कादे हिंदुस्तान है, ये मुलाकात कादे हिंदुस्तान हिंदुस्तान ആത്മീയ കിരീടം താങ്കളുടെ കഥയിൽ താങ്കൾ ഇന്ത്യയിലേക്ക് അതിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കി. അജയനിൽ അങ്ങയുടെ പുസ്തകം അജ്മീർ പ്രദേശത്തെ താങ്കളുടെ താങ്കൾ അവിടെ തന്നെ മതത്തിലും അങ്ങനെയാണ് കായ്ക്കപ്പ വഴി അജ്മീരിലേക്ക് ഒരു മരത്തണലിൽ അധികരുത് കാണുന്നുണ്ട്. രാജാവിനെ വിവരം കിട്ടി. രാജാവ് പരിവാരവും വന്നു. അദ്ദേഹത്തെ ബഹുമാനിച്ച് ആദരിച്ചു, പള്ളിയുണ്ടാക്കി കൊടുത്തു. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ മക്ബറയുണ്ടാക്കി. ഇതാരും ഇരുന്ന് മുസ്ലിങ്ങൾ പോയതല്ല. രാജപുത്ര വിഭാഗത്തിൽപ്പെട്ട ഭരണാധികാരി രാജാവും രാജാവിന്റെ അനുയായികളും ഭർത്താവും അതിപ്പോ കുറിക്കാൻ നോക്കിച്ചു. ഇത് എത്ര
സ്വാഭാവികമായിട്ടല്ല. പിന്നെ പ്രവാസികളുടെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്ന തരത്തിലുള്ള കേരളത്തില് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് പ്രവാസികളുടെ അവസ്ഥകളും അവരുടെ യാത്രാക്ലേശങ്ങളും അതിന്റെ കാര്യങ്ങളും ഒക്കെ അതൊക്കെ സർക്കാരിന്റെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ അധികാരമുള്ളതിനാണ് പ്രമുഖനായ അഡ്വക്കേറ്റ് നൗഫൽ സാഹിബിനെ രക്ഷാകരണ കമ്മിറ്റിയുമ അങ്ങോട്ട് നോമിനേറ്റ് ചെയ്ത് ഗവൺമെന്റിലേക്ക് ഉറപ്പുവരുത്തി. അതുകൊണ്ട് നമുക്ക് ഇന്ന് എന്താ ഈ യോഗത്തില് പ്രവാസികളുടെ ആവശ്യകതയ്ക്ക് അവരുടെ യാത്രാക്ലേശങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു പ്രമേയം നിങ്ങളുടെ അനുഷ്ഠാനം. അതോടൊപ്പം ഇന്ത്യയിൽ ഇവിടെ ഈ പിന്നെ മുസ്ലിം പള്ളികളും ആവശ്യങ്ങളും കുടുംബങ്ങളും ഒക്കെ തകർക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിനെതിരായിട്ടുള്ള ഒരു പ്രമേയം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നേരത്തെ ശ്രദ്ധിച്ചതുപോലെ വലിയ സമയതാമസമില്ലാതെ നമുക്ക് തിരിയാം. യോഗം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയൊക്കെ ഇങ്ങനെ കണ്ടതിൽ വളരെയേറെ സന്തോഷം. ഓരോരുത്തരെ ശ്രബുദ്ധി മൗലവി അദ്ദേഹത്തിന്റെ ആശയവും ശൈലിയും ഓരോരുത്തരും ഓരോ പ്രസ്ഥാനമാണ്. ഇരിക്കുന്ന ആരും വ്യക്തികളാണ്, ഓരോരുത്തരും വലിയ വലിയ പ്രസ്ഥാനങ്ങളാണ്. അപ്പൊ ഇത് കേരളീയ സമൂഹത്തിന് പ്രത്യേകിച്ച് രാജ്യമാർക്ക് ഞാൻ നിഗമനത്തിന്റെ ചെയർമാനായിരിക്കുമ്പോൾ ജില്ലാ കോൺസുലേറ്റിൽ പോയി കുറെ അധികം ക്ലാസുകളാണ് കോൺസുലേറ്റുകൾ അനുവദിച്ചത്. ഞാൻ കൊണ്ടോട്ടിയിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ വിദഗ്ധന്മാരുമായിട്ട് ഒരു അച്ചാർ ഫാക്ടറി തന്നെ സ്ഥാപിച്ച് കൊടിയേരിയൊക്കെ സംഘടിപ്പിച്ച് നമ്മുടെ വളണ്ടിയർ വഴി അങ്ങ് നിർത്തയിക്കുക. അവിടെ ആദ്യമാർക്ക് കല്ലിയും അതില്ല. എന്തായിരുന്നാലും അവരുടെ എത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ KICC ആ രംഗത്ത് നമുക്ക് സജീവമാണെന്ന് സന്ദർശിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഈ ആർട്ടിസ്റ്റ് നിങ്ങളെല്ലാവരും കൂടെ കണ്ടതിൽ പ്രത്യേക സന്തോഷമുണ്ട്. നാട്ടുകാരെന്നുള്ള നിലയിൽ എല്ലാവരും ഞാൻ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് സാറും എന്ന് പറയുന്ന ആശയം എന്ന് പറയുന്നത് ആർക്കും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മെ പോലെ അതുപോലെ അതിനുള്ള പ്രവർത്തനങ്ങൾ പങ്കെടുപ്പിക്കാൻ എല്ലാവർക്കും കഴിയുകയും ഇതിന്റെ വൈദ്യുതി നാട്ടുപ്രദേശന്റെ വിജീകരണ സമയത്ത് വേണ്ടി എന്നാൽ ഒരു ചിഹ്നത്തിന്റെ മേടുചിഹ്നത്തിന്റെ തന്റെ വിഭാഗമുള്ള സമുദായത്തിൽ നന്നായി എന്ന് പറഞ്ഞ ആ ഒരൊക്കെ ഹദീസിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോന്നും നമ്മള് നേരത്തെ ആരോടും തുടങ്ങി നമസ്കാരങ്ങളായ മൂന്നായിരം പോലെ 4000 പോലുള്ള അതെല്ലാവർക്കും എല്ലാ മഹാഭക്തന്മാരും ഒരുപോലെ സംഭവിക്കും. എല്ലാവരും കൂടി ചേർന്ന് കൂടിച്ചേർന്ന് ഏകദേശത്തോടുകൂടി ഇതിന്റെ പ്രവർത്തനങ്ങളാണ് സമുദായത്തിന്റെ എല്ലാ കാര്യങ്ങളും അടിസ്ഥാനപരമായി സമുദായപരമായ മൊത്തം കാര്യങ്ങളും നമ്മൾ പെട്ടുകൊണ്ടിരിക്കുക. 7 പ്രാവശ്യമാണ് നേതാക്കന്മാരും ഈ പറയുന്ന നമ്മളും തുടങ്ങി തുടങ്ങി അതിലേക്ക് നോക്കി എന്നതല്ല, ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഡൽഹിയിൽ പോയി നേർക്ക് നേരെ പ്രധാനമന്ത്രിമാരുമായിട്ട് സംസാരിച്ച് സമ്മതിച്ച് അവരെ സമ്മതിപ്പിച്ച് എന്നിട്ടുള്ള ഒരു നേരങ്ങളിൽ നടക്കുന്ന ഡൽഹിയിലെ ഒരേ ഇതൊക്കെ എന്തൊക്കെയോ പേരുള്ള വലിയ വലിയ അവർക്ക് 30 രൂപ കൊടുക്കാൻ പ്രധാനമന്ത്രി ഉപയോഗിക്കരുത്. നേരെ ഉൽപ്പന്നങ്ങൾ കൊടുക്കണം. അപ്പൊ അതിന് നമ്മൾ പോയി പറഞ്ഞിട്ടുള്ളതല്ലാതെ ഒരൊറ്റ നിമിഷത്തിലും അതേവരെയായി പ്രധാനമന്ത്രിയുടെ
ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ വിഷയം, ഇന്ത്യൻ ഗവൺമെന്റ് ഒരൊറ്റ വിഷയത്തിലും നമ്മൾ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയുടെ നിവേദനം കൊടുക്കാൻ വിചാരം ഉണ്ടാക്കാറില്ല. അത് ചെയ്തിട്ടുള്ള ഏക പ്രസ്ഥാനം യോഗമായി മാത്രമാണ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. ആരോടും ആ കാര്യം സ്ഥാപിക്കുന്നതിന് എനിക്ക് അറിയില്ല. ആ രീതിയിൽ ഇതിനുള്ള പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോയി ശരിയായി രാജ്യത്തിന്റെ മൊത്തത്തിൽ ഞങ്ങളുടെ നമ്മുടെ ഇന്ത്യയിലെ അമ്മാത്രന്മാരാണ് രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നവരൊക്കെ ഇന്ത്യയിൽ നിന്ന് പോയിട്ട് നമ്മുടെ പ്രദേശത്തെ അമ്പാത്രന്മാരായി ജോലി ചെയ്യുന്നത്. അതിന്റെ പ്രവർത്തനത്തിന്റെ എല്ലാ മഹത്വവും രാജ്യത്തിൽ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ പ്രവാസ ലോകത്ത് ജീവിക്കുന്നതുമായ രണ്ടുപേരെയാണ് ഗവൺമെന്റ് തെരഞ്ഞെടുക്കുക. അതിന് വേറെ പ്രത്യേകിച്ച് നിയമവിരുദ്ധമോ അങ്ങനെ ഒരു മാനദണ്ഡവും ഇതാണ് ഈ മാനദണ്ഡമാണ്. പക്ഷെ നിലവിലുള്ള രണ്ട് മുസ്ലിങ്ങളാണ്. അവരങ്ങനെ വലിയ പ്രവർത്തനങ്ങൾ തലശ്ശേരിയിലുള്ള ഒരു മലപ്പുറത്തും പിന്നെ ഒരാണ് പത്തനംതിട്ടയിലുള്ള 2 അച്ചായന്മാരുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇവരാകെ ഒരു സിറ്റിംഗാണ് മാസത്തിലൊരുക്കം നടത്തുന്നത്. പക്ഷേ ഈ കമ്മീഷൻ പറയുന്നത് പ്രവാസികളുടെ നാട്ടിലുള്ള സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന എല്ലാ കാര്യങ്ങളും അത് സിവിൽ കോടതിയിലും ക്രിമിനൽ കോടതിയിലും പോയി സമയം നഷ്ടപ്പെടുത്താതെ എത്രയും വേഗം പരിഹരിക്കണമെന്നുള്ള രീതിയിലാണ് ഈ സമിതി രൂപീകരിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരും വിലയിരുത്തുന്നില്ല, ആരും അറിയുന്നില്ല. പക്ഷേ ഈ ഓഫീസിൽ ഞാൻ എത്രയോ വർഷങ്ങളായി, പക്ഷേ ഇങ്ങനെ ഒരു ഓഫീസ് നോർക്കയിൽ 6ാമത്തെ നിലയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് എനിക്കറിയില്ല. 5ാമത്തെ നില വരെ പല ആവശ്യങ്ങൾക്കായി പോകും, തിരിച്ചു വരും. പക്ഷേ 6ാമത്തെ നിലയിൽ പോകുന്നത് കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു സംവിധാനമുണ്ട്. അതുപോലെ ഈ സേവനം നമ്മൾ ഒരുപാട് ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ആൾക്കാരും അത് ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട DKICCയുടെ ഭാരവാഹികൾ പറ്റിയ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒന്നൊരു മൂവ്മെന്റ് നടത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിലവിലെ സാഹചര്യത്തിൽ നമുക്കൊരു പ്രാതിനിധ്യം കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ ദക്ഷിണ നേതൃത്വത്തിൽ ആയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്ക് അതിനുള്ള ഒരു സാധ്യത ഉണ്ട്, അതിനുള്ള പരിശ്രമം നടത്തണമെന്നുള്ള ഒരു റിക്വസ്റ്റ് വയ്ക്കുന്നു. 2ാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നോർക്കയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ആനുകൂല്യങ്ങളുണ്ട്. മക്കളെ വിവാഹം കഴിക്കുന്നതിന് വരെ സാമ്പത്തിക സഹായം, അതുപോലെ മക്കളെ ചികിത്സാ സഹായം 50,000 രൂപ, അങ്ങനെ ഒരു പിടി ആനുകൂല്യമുണ്ട്. പക്ഷേ ഇതെല്ലാം അവിടുത്തെ ഒരു ഓഫീസറായിട്ട് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാർ ഈ സേവനങ്ങൾക്ക് പോകാറുമില്ല, ആരും അപേക്ഷിക്കാറുമില്ല വലുതായിട്ട്. അതേസമയം ക്രിസ്ത്യൻ സമുദായം പരമാവധി ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിലുള്ളത് മെനക്കെടാൻ തയ്യാറല്ല. അപ്പോൾ ആ വിഷയങ്ങളെ സംബന്ധിച്ചും ഇതെടുത്ത് കഴിഞ്ഞാൽ പരമാവധി എന്നാൽ കഴിയുന്ന സഹായം ചെയ്യാം. 2ാമത് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് സംവിധാനമുണ്ട്. ഇപ്പോൾ ഈ വരുന്ന 29-30 തീയതികളിൽ ഹോട്ടൽ ഹയാത്തിൽ വെച്ച് 100 നേഴ്സന്മാർ ജർമ്മനിയിലേക്ക് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് നോർക്ക വഴി ഒരുപാട് പോസ്റ്റിങ്ങുകൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഉൾപ്പെടെയുള്ളവർ നടത്തുകയാണ്. അപ്പോൾ നമ്മളിലുള്ള വിദ്യാർത്ഥികളെ പ്രൊഫഷണൽസ്, അതാണ് കൂടുതൽ പ്രൊഫഷണൽസ്, പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതൽ എടുക്കുന്നത് പാരാമെഡിക്കൽ കോഴ്സിലുള്ള നഴ്സിംഗ് സ്റ്റാഫും അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സ് സ്റ്റാഫും എഞ്ചിനീയേഴ്സിനും ഡോക്ടേഴ്സിനാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള കൂടുതലും മക്കയിലും മദീനയിലുമുള്ള പള്ളികളിലൊക്കെ ഹോസ്പിറ്റലുകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഡീറ്റെയിൽസും അദ്ദേഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അവർ അറിയിക്കും. പക്ഷെ ഇതൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ഈ നോർക്കയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാറില്ലല്ലേ? ഇൻഷാ അല്ലാഹ് അറിയിക്കും. ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ ഷറഫ് ദിവസവുമായിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്യാം. അതായത് ഈ വക കാര്യങ്ങൾ കുറേ ആനുകൂല്യമുണ്ട്. ഇപ്പം ജൂലൈ 15-നാണ് നമ്മുടെ പ്രവാസികളുടെ ID കാർഡ് ജൂലൈ 15 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു. ഒരു ID കാർഡിൽ നമ്മൾ നടക്കുന്നുണ്ട് അവിടെ. ഈ മാസം ജൂലൈ 15 അവസാന ദിവസം എന്ന് പറഞ്ഞു. പ്രവാസികളുടെ അതെ, അതിന്റെ ലാസ്റ്റ് ജൂലൈ 15 അങ്ങനെ നോട്ടിഫിക്കേഷൻ. പിന്നെ മറ്റൊരു വിഷയം, ഈ ഒമാനുമായി ബന്ധപ്പെട്ട കാര്യം അറിഞ്ഞത്, ഒമാനിലെ ഫാമിലി വിസ പുതുക്കണമെന്നുണ്ടെങ്കിൽ മാരേജ് രജിസ്റ്റർ ചെയ്തത് ജമാഅത്തിന്റെ രജിസ്ട്രേഷനോ നോട്ട് ചെയ്ത മാരേജ് സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റ് ചെയ്യൂല എന്ന് പറഞ്ഞുകൊണ്ട് സൗദിയിലെ നിയമമായ. അപ്പോൾ കോർപ്പറേഷന്റെ അല്ലെങ്കിൽ അംഗീകൃത സർട്ടിഫിക്കറ്റ്, പക്ഷെ അത് 90 കിട്ടൂല. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറാണ്. ആ കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷമായി. 2000 കല്യാണം കഴിഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ വേറൊരു മാരേജ് ഉണ്ട്, ആഫ്റ്റർ മാരേജ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞവരെ രജിസ്ട്രേഷൻ നടത്തിയാണ് ഇതിനു വേണ്ടി. അത് പ്രധാനമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്.
അപ്പോൾ ഇവൻ്റെ ഇത് വന്നപ്പോൾ ഇവൻ്റെ വൈഫിൻ്റെ ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് വന്ന് കല്യാണം കഴിയുന്ന സമയത്ത് 18 വയസ്സ് പൂർത്തിയാക്കാൻ 3-4 ദിവസത്തെ വ്യത്യാസം. ആ ഒറ്റ കാരണത്തിൽ അത് റിജക്ട് ചെയ്യും. ആ ഇതിൽ ഇപ്പോഴും അത് വിസ പുതുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ട്. അതിനുള്ള അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം DKICC മുൻകൈ എടുക്കണം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നേരിൽ കണ്ടും സംസാരിച്ചും GCCയിൽ കഴിയുന്ന നമ്മുടെ പ്രവർത്തകരെ കണ്ടെത്താനും അവരെ ഇതിലേക്ക് അടുപ്പിക്കാനുമുള്ള വഴികളും ഇൻഷാ അല്ലാഹ് എളുപ്പമാക്കാം.